ADGP MR അജിത് കുമാറിന് നേരെയുള്ള ആരോപണ ശരങ്ങൾ തീരുന്നില്ല. ശബരിമലയിലും അജിത് കുമാർ ഇടപെട്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മണ്ഡലകാലത്ത് 10 ലൈസൺ ഉദ്യോഗസ്ഥരെയും മാസപൂജാ സമയങ്ങളിൽ 4 പേരെയും നിയമിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ADGPയുടെ സുഹൃത്തുക്കൾക്ക് സൗകര്യമൊരുക്കാനായിരുന്നു നിയമനം. സാധാരണ പോലീസിനായി നിയമിക്കുന്നത് ഒരു ലൈസൺ ഓഫീസറെ മാത്രമാണ്. ശബരിമലയിലെ ADGPയുടെ ഇടപെടലിലെ അതൃപ്തി ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ്. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, സ്വന്തം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് 10 ലൈസൺ ഓഫീസർമാരെ, അതായത് 1 എന്നതിൽ നിന്നും 9 പേരെ അധികം ADGP നിയമിക്കുകയാണ്. അതെന്തിനായിരുന്നു എന്ന സംശയമാണ് ഇപ്പോഴുള്ളത്. വിനിത, ശബരിമലയിലും ക്രമവിരുദ്ധമായി ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്നുള്ളൊരു വിവരമാണ് നമ്മൾ രാവിലെ പുറത്തുവിട്ടത്. അതായത് സാധാരണഗതിയിൽ പോലീസിനൊരു ലൈസൺ ഓഫീസർ ഉണ്ടാകും ശബരിമലയിൽ. അവരുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ഏകോപനങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി ഒരു ആളുണ്ടാകും. പക്ഷേ ADGP MR അജിത് കുമാർ 2023 ചീഫ് കോർഡിനേറ്ററായി ശബരിമലയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മാസപൂജയ്ക്ക് മാത്രം 4 ലൈസൺ ഓഫീസർമാരെയാണ് അവിടെ നിയമിച്ചത്. അതൊരു നിയമനം എന്ന് പറയാൻ കഴിയില്ല, ഒരു ഉത്തരവോ ഒന്നും തന്നെയില്ല. അദ്ദേഹം ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു രീതിയിലുള്ള ചുമതലയും ഡ്യൂട്ടിയും ഒന്നും തന്നെ ചെയ്യാതെ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ചില ഉദ്യോഗസ്ഥർ അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതും ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം ഈ 4 പേർ മാസപൂജയ്ക്കും ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് നമുക്കറിയാം ഏറ്റവും അധികം വിവാദമുണ്ടായ ഒരു സാഹചര്യമാണ് തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസിനായില്ല എന്നുള്ള ഒരു ഹൈക്കോടതി ഇടപെടൽ പോലും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ 10 ലൈസൺ ഓഫീസർമാരെ ഇദ്ദേഹം നിയമിച്ചു എന്നുള്ളതാണ്. ഈ നിയമനങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എത്തുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ സുഖദർശനം നടത്തി മടങ്ങാനും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നതിന് വേണ്ടിയാണ് ഈ പോലീസിലെ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ നിലവിൽ ഉണ്ട്. ഇപ്പോഴും MR അജിത് കുമാർ ഈ ചീഫ് കോർഡിനേറ്ററുടെ ചുമതല ശബരിമലയിൽ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അന്ന് തന്നെ ദേവസ്വം ബോർഡിന് ഇതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ 2023 പ്രസിഡന്റ് അനന്തഗോപനും ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നു. ADGPയുടെ ക്രമവിരുദ്ധമായി ചില ഇടപെടലുകൾ ശബരിമലയിൽ നടക്കുന്നുണ്ട് എന്നതടക്കം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ ഒരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല, ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സമാന രീതിയിലുള്ള ഇടപെടലുകൾ മറ്റു ചില സ്ഥലങ്ങളിലും MR അജിത് കുമാർ നടത്തിയെന്നുള്ളൊരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊരു നമുക്കൊരു സ്ഥിരീകരണം നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ADGP MR അജിത് കുമാർ ഒരു സൂപ്പർ DGP പദവിയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ DGP ആയി സംസ്ഥാനത്ത് ഇടപെട്ടു എന്നുള്ള ഓരോ ദിവസത്തെയും തെളിവുകൾ പുറത്തു വരുമ്പോൾ അതിനൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ശബരിമലയിൽ ഇത്തരമൊരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത്. വിനീത, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.